ഹായ് ഓൾ. അപ്പം ഞാൻ ഇന്ന് പറയുന്നത് എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. എൻ്റെ സ്വന്തം സ്റ്റോറിയാണ്. നമുക്ക് ദൈവം പലപ്പോഴും എന്തെങ്കിലും കരുതി വെച്ചിട്ടുണ്ടാവും. എനിക്ക് ആദ്യമൊന്നും ഇങ്ങനത്തെ ദൈവം നമുക്ക് വേണ്ടി കരുതുന്നു അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും വിശ്വാസമില്ലായിരുന്നു. പക്ഷേ എൻ്റെ ലൈഫ് കൊണ്ട് എനിക്കത് വിശ്വസിക്കേണ്ടി വന്നിട്ടുണ്ട്. എല്ലാവരെയും പോലെ തന്നെ സാധാരണ ഒരു പെൺകുട്ടിയായിരുന്നു ഞാൻ. ദൈവവിശ്വാസമൊക്കെ ഉണ്ട്, പക്ഷെ അമിതമായിട്ട് വിശ്വാസമില്ല കേട്ടോ. ദൈവവിശ്വാസമുണ്ട്, അങ്ങനെ ഒരു ശക്തി ഉണ്ട്, എന്തോ ഒരു ശക്തി ഉണ്ട് എന്നുള്ള വിശ്വാസം എനിക്കുണ്ടായിരുന്നു. പക്ഷേ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു, എന്തുകൊണ്ടാണ് നമ്മുടെ അത്രയും ആപത്ഘട്ടത്തിൽ പോലും ദൈവം നമ്മളെ ഇങ്ങനെ ചേർത്ത് പിടിക്കാത്തത്. അല്ലെങ്കിൽ ഇപ്പോൾ പിഞ്ച് കുഞ്ഞൊക്കെ ഉണ്ടല്ലോ, ചെറിയ കുഞ്ഞൊക്കെ അസുഖങ്ങളൊക്കെ വന്ന് ഇങ്ങനെ കഷ്ടപ്പെടുമ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ട്, ഈശ്വര ദൈവം ഇതൊന്നും കാണുന്നില്ലേന്ന്. ദൈവവിശ്വാസം ഉണ്ട് എങ്കിലും എനിക്ക് ആ ഒരു തോട്ട് എപ്പോഴും വരാറുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഇന്ന് അതിനുള്ള ഉത്തരം കിട്ടിയിട്ടുണ്ട്. ഞാൻ ഈ കർമ്മയിലൊക്കെ വിശ്വസിക്കുന്നുണ്ട് കേട്ടോ. കഴിഞ്ഞ കാലത്തുള്ള നമ്മുടെ ലൈഫിൽ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടോ അതിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമായിരിക്കും ഈ ഒരു ജന്മത്തിൽ നമ്മൾ അനുഭവിക്കേണ്ടി വരിക എന്നുള്ളതിനെ പറ്റിയൊക്കെ എനിക്കിപ്പം കുറച്ച് ധാരണകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞു വരുന്നത് എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള ഒരു വലിയ മാറ്റത്തെ പറ്റിയാണ്. അപ്പം പൂർവ്വജന്മവും കർമ്മയൊക്കെ ഞാൻ പിന്നീട് പറയുന്നതായിരിക്കും. ഞാൻ ജസ്റ്റ് ദൈവത്തെക്കുറിച്ചൊന്ന് പറയുമ്പോൾ അങ്ങനെയൊക്കെ ഒന്ന് പറഞ്ഞു എന്ന് മാത്രം. കഥ സ്റ്റാർട്ടായിട്ടില്ല. അപ്പോൾ എൻ്റെ ലൈഫിൽ ഒരുപാട് വിഷമങ്ങളും സങ്കടങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇപ്പോൾ എത്തി നിൽക്കുന്നത് ഞാനൊരു വിശ്വാസത്തിലാണ്, അതായത് ലോ ഓഫ് അട്രാക്ഷനോടുള്ളൊരു വിശ്വാസം. പലരും കേട്ടിട്ടുണ്ടാവും ലോ ഓഫ് അട്രാക്ഷൻ, യൂണിവേഴ്സ് എന്നൊക്കെ. അപ്പം ഞാൻ ആദ്യം കേൾക്കുമ്പോഴൊക്കെ ഇതൊക്കെ ശരിയാണോ എന്ന് ഒക്കെ ചിന്തിച്ച് പോയിട്ടുണ്ട്. പക്ഷേ ഒരു കാര്യം ഞാൻ ചിന്തിച്ചു, കാരണം ഇത് ശരിയാണെങ്കിലും അല്ലെങ്കിലും നമ്മുടെ ലൈഫിൽ നമ്മൾ എപ്പോഴും സങ്കടങ്ങൾ വരുമ്പോൾ സങ്കടങ്ങൾ മാത്രം ചിന്തിക്കുക, എനിക്ക് പൈസ ഇല്ല എന്ന് പറയുക, അല്ലെങ്കിൽ എനിക്ക് എപ്പോഴും ഭഗവാൻ ഇങ്ങനെയൊക്കെ കഷ്ടതകൾ തരുന്നു എന്ന് പറയാം. അപ്പോൾ നമ്മൾ ഇത്രയും കാലം ഇതൊക്കെ പറഞ്ഞിട്ട് നമുക്ക് എന്താ കിട്ടിയത്? നമുക്ക് സന്തോഷം കിട്ടിയിട്ടുണ്ടോ? ആവശ്യത്തിന് ദുഃഖങ്ങളല്ലേ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ നമുക്കൊന്ന് മാറ്റി പിടിച്ചാൽ എന്താ? ആ ഒരു ചിന്താഗതിയാണ് എന്നെ ഈ ഒരു ലോ ഓഫ് അട്രാക്ഷനിലേക്കും യൂണിവേഴ്സിലേക്കും അവരുടെ ആ റൂൾസിലേക്കൊക്കെ നയിച്ചത്. അപ്പം ഞാൻ എൻ്റെ ലൈഫിൽ ഒരുപാട് വിഷമഘട്ടത്തിൽ നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ ഞാൻ ചിന്തിച്ചതാണ്, എന്തുകൊണ്ട് നമുക്ക് ഇത്രയും കാലം നെഗറ്റീവ് ചിന്തിച്ചിട്ട് ഇനി അങ്ങോട്ട് നമ്മുടെ ലൈഫ് പോസിറ്റീവാണെന്ന് ചിന്തിച്ചുകൂടാ? അങ്ങനെ ചിന്തിക്കുമ്പോൾ ആർക്കെങ്കിലും ഒരു നഷ്ടമുണ്ടോ? നമ്മളെ ലൈഫിൽ നമ്മൾ പോസിറ്റീവായിട്ട് നമ്മളെ ലൈഫിനെ ഫുള്ള് പോസിറ്റീവാക്കി നിർത്തുന്നതിൽ ആർക്കെങ്കിലും നഷ്ടമുണ്ടോ? ഇതുതന്നെയല്ലേ ലോ ഓഫ് അട്രാക്ഷൻ്റെ റൂൾസും അല്ലെങ്കിൽ യൂണിവേഴ്സിൻ്റെ റൂൾസൊക്കെ. അപ്പം ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് പോസിറ്റീവ് മാത്രം നമുക്ക് ചിന്തിക്കാം, പോസിറ്റീവ് മാത്രം നമുക്ക് കേൾക്കാം, പറയാം. എൻ്റെ ലൈഫിൽ ഞാൻ മെൻ്റലി ഭയങ്കര ഡൗൺ ആയിട്ടുള്ളൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. മെൻ്റലി ഡൗൺ എന്നല്ല, മെൻ്റൽ ഇൽനെസ് എന്ന് തന്നെ പറയാം. അതായത് മൈൻഡൊക്കെ എന്തൊക്കെയോ ആയി തകർന്നടിഞ്ഞ്, മീൻസ് ആൻസൈറ്റിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ ആൻസൈറ്റി, ഡിപ്രഷൻ എന്നൊക്കെ പറയുന്നത് ഈയിടെയാണ് അതൊക്കെ പ്രോബ്ലംസൊക്കെ കേട്ട് വരുന്നത്. പണ്ടൊക്കെ ഉണ്ടായിരിക്കാം, ആർക്കും ഇതിനെപ്പറ്റി ഒരു ധാരണ ഇല്ലാണ്ട് ഇങ്ങനെ അങ്ങ് പോയതായിരിക്കാം എന്നാണ് എനിക്കൊരു തോന്നുന്നത്. കാരണം ഈ ഒരു കാലഘട്ടത്തിലാണ് ഇതിനെക്കുറിച്ച് ആൾക്കാർ അറിയുന്നത്, ചികിത്സിക്കാൻ വേണ്ടി മുന്നോട്ട് വരുന്നതൊക്കെ. അപ്പോൾ എനിക്ക് ആൻസൈറ്റിയുടെ ഒരുപാട് ഇഷ്യൂ ഉണ്ടായിരുന്നു. ആൻസൈറ്റി എന്ന് പറയുന്നത് എന്നിലൊരു ഭീകരമായിട്ടുള്ള ഒരു പ്രോബ്ലം തന്നെയായിരുന്നു. എൻ്റെ മൈൻഡൊക്കെ എന്താ പറയുക തകർന്നടിഞ്ഞൊരു സമയം. അപ്പോൾ ആ ഒരു സമയത്താണ് ഞാൻ മെഡിസിൻ എടുത്തിരുന്നു. ആ ഒരു സമയത്ത് മെഡിസിൻ അല്ലാതെ നമുക്ക് മൈൻഡിനെ എങ്ങനെ ഉയർത്തിക്കൊണ്ടുവരാം, നമ്മുടെ ഫീലിങ്സിനെ എങ്ങനെ കൺട്രോൾ ചെയ്യാം എന്നൊക്കെ ഞാൻ വിശദമായിട്ട് പഠിച്ചു എന്ന് പറഞ്ഞാൽ എനിക്കറിയാവുന്ന കാര്യങ്ങൾ, അതായത് വിശദമായി പഠിച്ചു എന്ന് പറഞ്ഞാൽ ഒരുപാട് പഠിച്ചു എന്നല്ല, അതിനെങ്ങനെ നമുക്ക് നമ്മുടെ പരിധിയിൽ കൊണ്ടുവരാമെന്നൊക്കെ എല്ലാ അറിവ് വെച്ചിട്ട് ഞാൻ അവിടെ നിന്നും യൂട്യൂബിൽ നിന്നായാലും ഗൂഗിളിൽ നിന്നായാലും പിന്നെ അറിയാവുന്ന ആൾക്കാരോടൊക്കെ ഇതിനെപ്പറ്റി ചോദിച്ച് മനസ്സിലാക്കി ഒരു കുഞ്ഞറിവ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ അറിവുകളൊക്കെ ചെന്നെത്തി നിൽക്കുന്നത് ഒരു സ്ഥലത്താണ്, അത് യൂണിവേഴ്സിലാണ്.
യൂണിവേഴ്സിൽ മാത്രമല്ല നമ്മുടെ മൈൻഡ് പവറിലൊക്കെയാണ് ഇതെത്തി നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ലോ ഓഫ് അട്രാക്ഷന് വിശ്വസിക്കാനും യൂണിവേഴ്സിൽ വിശ്വാസമർപ്പിച്ച് ജീവിക്കാനൊക്കെ ഞാൻ പഠിച്ചത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയും ഞാൻ പറയുന്നുള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ എൻ്റെ ലൈഫിലുണ്ടായിട്ടുള്ള ആ ഒരു പ്രോബ്ലത്തെ പറ്റി പറയുന്നതായിരിക്കും. ആൻസൈറ്റി എന്ന വില്ലനെ പറ്റി പറയുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇങ്ങനെയുള്ള എന്തെങ്കിലും പ്രോബ്ലംസ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതിനുള്ള സൊല്യൂഷൻസൊക്കെ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.